Good morning students, page number 24. നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഔട്ട്സൈഡ് പോയിന്റിലെ കേസ് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ മറ്റൊരു ഇക്വേഷനിലേക്കാണ് നമ്മൾ ചെന്നെത്താൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഇക്വേഷനിൽ നിന്ന് തുടങ്ങാം. ഈ ഡെറിവേഷൻ പറഞ്ഞപ്പോൾ ചാർജ് ഡെൻസിറ്റി സിഗ്മ, സർഫസ് ചാർജ് ഡെൻസിറ്റിക്ക് Q/4πR² എന്നൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായി. ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മെറ്റാലിക് സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ചാർജിന് വേണ്ടി ഇക്വേഷൻ മാറ്റി എഴുതിയാൽ Q = സിഗ്മ × 4πR² എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ Q ഇൻ ഇക്വേഷൻ ബി, നമ്മൾ ലാസ്റ്റ് കണ്ട ഇക്വേഷനാണ്. ഇക്വേഷൻ ബി എന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ ഔട്ട്സൈഡ് പോയിന്റ് 1/4πε0 Q/R². അതിൽ ക്യൂവിന് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും = 1/4πε0. ക്യൂവിന് പകരം ഇത് കൊടുക്കുന്നു, എന്ത് സിഗ്മ × 4πR² എന്ന് കൊടുക്കുന്നു, /r². ഇവിടെ നമുക്ക് രണ്ട് സൈഡും 4π ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മറ്റൊരു ഇക്വേഷൻ കിട്ടുകയാണ്. ഔട്ട്സൈഡ് ദ പോയിന്റിൽ σ/ε0 × r²/r² എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഒരുപോലെയും ഉപയോഗിക്കാം, ഔട്ട്സൈഡ് പോയിന്റിന് വേണ്ടി ഉപയോഗിക്കാം. So hence equation B and C gives electric field E at a point P. ഒരു ജനറൽ ഇക്വേഷനാണ്. നമുക്ക് ഇതിനു വേണ്ടി മറ്റൊരു കേസിലേക്ക് പോകാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് P എന്ന് പറയുന്നത് ഓൺ ദ സർഫസ് ഓഫ് ദി ചാർജ് ഷെല്ലാണെന്ന് വിചാരിക്കാം. സർഫസ് മെറ്റാലിക് സർഫസിൻ്റെ സർഫസിൽ തന്നെയുള്ള പോയിന്റ് ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? അതിനുവേണ്ടി നമുക്ക് ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് പിയിലേക്കുള്ള ദൂരം, സെൻറ്ററിൽ നിന്നുള്ള ദൂരമാണ് നമ്മൾ സ്മോൾ ആർ എന്ന് എടുത്തിരിക്കുന്നത്. ഈ ഒരു കേസിൽ സ്മോൾ r = ക്യാപിറ്റൽ R എന്നാകും. അപ്പോൾ അതങ്ങനെ നോക്കാം. ഇഫ് ദ പോയിന്റ് P ഈസ് ഓൺ ദ സർഫസ് ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഈസ്, ആ ജനറൽ ഇക്വേഷൻ ആയിട്ട് മാറും 1/4πε0 Q/r² എന്നായിരുന്നു, അതെന്തായി മാറും? ക്യാപിറ്റൽ R² എന്നായിട്ട് മാറും. അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ എഴുതാം. എങ്ങനെയാണ്? സ്മോൾ r = ക്യാപിറ്റൽ R ആവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ r²/r² ക്യാൻസൽ ചെയ്ത് പോയിട്ട് σ/ε0 എന്ന് ആകും. അപ്പം അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഈ ഓൺ ദ സർഫസിന് ഇക്വേഷൻ എഴുതാം. കാരണം സ്മോൾ r = ക്യാപിറ്റൽ R ആണ് എന്നതാണ്. ഓൺ ദ സർഫസിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് P എങ്കിൽ. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. തേർഡ് കേസിൽ നമ്മൾ പോയിന്റ് P എടുക്കുന്നത് ഇൻസൈഡ് ദ ഷെല്ലാണ്. മെറ്റാലിക് സ്ഫിയറിൻ്റെ, ചാർജ്ഡ് മെറ്റാലിക് സ്ഫിയറിൻ്റെ ഇൻസൈഡിലുള്ള പോയിൻ്റാണ് P എന്ന് വിചാരിക്കാം. ഈ പോയിന്റ് നോക്കാം, P. അപ്പം അങ്ങനെയാണെങ്കിൽ if the point P is inside the shell, that is small r is less than capital R, the Gaussian spherical surface include no charge, that is Q = 0. ഇതാണ് ചാർജ് മെറ്റാലിക് സ്ഫിയർ. നമ്മളിപ്പോൾ ഇതിൻ്റെ റേഡിയസ്, ഇത് സെൻറ്റർ, റേഡിയസ് ക്യാപിറ്റൽ R. നമ്മൾ ഈ ഒരു പോയിൻ്റാണ് P എന്ന് എടുക്കണമെങ്കിൽ ഗോഷ്യൻ സർഫസ് എടുക്കേണ്ടത് എങ്ങനെയാണ്? ഇതുപോലെ എടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ഗോഷ്യൻ സർഫസിനകത്തെ ചാർജ്, ഇത്രയും ഭാഗത്തിനകത്തെ ചാർജാണ് നമ്മൾ ക്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ക്യൂ ഉണ്ടോ? ഇവിടെ ക്യൂ ഇല്ല. ക്യൂ ഒക്കെ ഇരിക്കുന്നത് എവിടെയാണ്? ഔട്ട് സൈഡ് ആയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഗോഷ്യൻ സർഫസിനകത്ത് ക്യൂ ഇല്ല. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡസ് നോട്ട് Q = 0 എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ഇൻസൈഡ് നമുക്ക് 1/4πε0 Q/r² വരെ Q 0 ആയി പോകും. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് 0 ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആശയത്തെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ചാർജ്ഡ് മെറ്റാലിക് ഷെൽ ഈസ് 0. ദിസ് ഈസ് കാൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഒരു മെറ്റാലിക് സ്ഫിയർ തന്നെ ആണെന്നില്ല, ഇപ്പോൾ ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു ചോറ്റും പാത്രം, സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ അലുമിനിയം കൊണ്ടുണ്ടാക്കിയൊരു അടഞ്ഞ പാത്രം, അപ്പോൾ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0, ചാർജ്ഡ് ആണെന്ന് നിർബന്ധം വരും കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചില ഇലക്ട്രോണിക് സർക്യൂട്ടുകളൊക്കെ ഇലക്ട്രിക് ഫീൽഡ്, പുറമേ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് എഫക്റ്റ് ചെയ്യാതെ ഇരിക്കണം. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടിലൊക്കെ ആണെങ്കിൽ ഒരു മെറ്റാലിക് ബോക്സിനകത്താക്കിയിട്ട് അതിൻ്റെ വയേഴ്സ് മാത്രം ചെറിയ ഹോൾസ് ഇട്ട് പുറത്തേക്ക് എടുക്കും. അപ്പോൾ അങ്ങനെ ചില ട്യൂണിങ് സർക്യൂട്ടുകളൊക്കെ ടി വിയിലൊക്കെ ഉപയോഗിക്കാറ്. ട്യൂണർ കാർഡുകളൊക്കെ അതുപോലെ ഒരു മെറ്റാലിക് ബോക്സിനകത്താക്കിയാണ് വെക്കാറ്. അത് ഇലക്ട്രിക് ഫീൽഡ്, പുറമേ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് അതിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് ഡിസ്റ്റൻസ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച സ്ഫിയർ, മെറ്റാലിക് സ്ഫിയറാണ്. അതിൻ്റെ സെൻറ്ററിന് ആയിട്ട് ഇവിടെ ഒരു ഗ്രാഫും കൂടി ചേർത്താണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സെൻറ്റർ പോയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്
സ്ഫിയറിൻ്റെ സെൻറ്റർ പോയിൻ്റ് തന്നെയാണ്. ഇതിൻ്റെ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡാണ് എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്നത്, വൈ ആക്സിസ് കാണിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂ ആണ്. ഇത് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. ഒരു സൈഡ് മാത്രം നോക്കാം. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഈ വാല്യൂ ഇല്ല, അതുകൊണ്ടാണ് 0 ആയിട്ട് തന്നെ പോകുന്നത്. സർഫസിൽ എത്തുമ്പോൾ സഡൻ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തി. ഈ പോയിന്റിൽ അതിൻ്റെ മാക്സിമം ഇലക്ട്രിക് ഫീൽഡാണ്. പിന്നെ ഇങ്ങനെ പുറത്തേക്കുള്ള പോയിന്റിലേക്ക് പോകുന്നതോറും ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ കുറഞ്ഞു വരും. ഇതാ ഇങ്ങനെ കുറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ വൺ സൈഡ് മനസ്സിലാക്കിയാൽ അതുപോലെ തന്നെ മറ്റേ സൈഡും. അപ്പോൾ ഈ ഫിഗർ നമ്മൾ വരക്കാൻ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു വെല്ല് കാണുന്നത്, വെൽ ഷേപ്പ് കാണിക്കുന്നത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങിനെ കാണിക്കുന്ന ഒരു ഗ്രാഫാണത്.